ഹലോ ഗൈസ്, അപ്പോൾ സമയം അർദ്ധരാത്രി 10:30 കറക്റ്റ്. പിന്നെ ഒരുപാട് ചീത്ത കേട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കാണുന്നവരെന്തായാലും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇതേണ്ടേ 10:30 ചേൻ്റെ കെട്ടിൽ എനിക്കൊരു മുട്ട മണിയായിട്ട് കയറി വന്നു. രണ്ട് നോക്ക്, കുളത്തിലെ മീൻ നല്ല പടപടാന്ന് പിടിക്കുന്ന ജീവനുള്ള മീനാണ് കേട്ടോ. ചാവാത്താണേ. ഈ സാധനം അങ്ങനെ പെട്ടെന്ന് ചാവൂലല്ലോ, മുഴിയാണ് കേട്ടോ. അത് മുഴി. അപ്പോൾ കണ്ടപാടെ എൻ്റെ കുഞ്ഞിനത് ഭയങ്കര ഇഷ്ടമായിട്ടോ. കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വാക്കത്തിയൊക്കെ എടുത്തിട്ട് വന്നു വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടേ. ഇത് വലിയ വിഷമൊന്നുമില്ലാതെ പിന്നെ നമ്മളും വറുത്തേക്കാന്ന് വിചാരിച്ച് കുറച്ച് നേരമൊക്കെ കൊച്ചിന് കാണാൻ ബക്കറ്റിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളതിന് നേരെ കൊല്ലാൻ കൊണ്ടുപോവുക ചെയ്തത് കേട്ടോ. അപ്പോൾ കൊച്ചിനെ അതിൻ്റെ നേരെ അത്രയും സമയം കൊണ്ട് തന്നെ നല്ല കൂട്ടായി കേട്ടോ. കൊച്ച് കൈ കൊട്ടും ബക്കറ്റിനിട്ട് കൊട്ടും. അപ്പോഴൊക്കെ ആ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയണ കൊച്ചിന് ഭയങ്കര ഇഷ്ടമായി, രസമായി. കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് നേരത്തെ അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് നേരെ ബക്കറ്റ് കൊണ്ടുപോയി പുറകിൽ തറയിലോട്ട് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അതിനെ കൊല്ലാനുള്ള പ്ലാനാണ്. വാക്കത്തേക്ക് എടുത്തിട്ട് ഓട്ട് കഴിച്ചു വെട്ടി. ഉഫ്, അമ്മച്ചി കൊന്ന്, ഒരെണ്ണത്തിനെ കൊന്ന്, രണ്ടെണ്ണത്തിനെ കൊന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല ചീത്തയായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിൽ നീ ഒന്നും ചെയ്യൂല, ഞാൻ തന്നെ എല്ലാം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ചാരം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയി ചാരമൊക്കെ എടുത്തുകൊണ്ട് വന്ന് മീനിൻ്റെ തലയിലിട്ടപ്പോൾ പറഞ്ഞു, നീ എന്തോ ഈ കാണിക്കുന്നേ, മീനിൻ്റെ തലയിലല്ലേ ഇടണം, നീ സൈഡിലിട്ടോ, ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അവിടെയും ഞാൻ ചീത്ത കിട്ടും. എന്നിട്ട് എന്തായാലും കെട്ടിയോനാട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. കെട്ടിയോ ചാരമൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് നല്ല കഴുകി വൃത്തിയാക്കി എല്ലാം ചെയ്തു കിട്ടോ പുള്ളിയും. ഞാനൊന്നും ചെയ്യൂല, ഞാൻ മടിച്ചാണെന്നൊക്കെ കേട്ടോ പുള്ളിയുടെ പരാതി. അതിൻ്റെ പേരിൽ ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ എൻ്റെ രണ്ട് ചീത്തയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും പുള്ളി നല്ല അടിപൊളിയായിട്ട് തേച്ച് കഴുകി എൻ്റെ മുകളിൽ കൊണ്ടുവച്ച് ഞാൻ അവിടെ വെച്ചിട്ട് ബാക്കി റെഡിയാക്കാമെന്ന് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇതേ 2 മീനായിട്ടുള്ളത്. ഇനി അതിൻ്റെ കഴുത്ത് വെട്ടാനുള്ള പ്ലാനായിരുന്നു. അതിൻ്റെ കഴുത്തൊക്കെ മുറിയാൻ ഭയങ്കര പാടാണ് കേട്ടോ. അത് മാത്രമല്ല അതിൻ്റെ ഈ മുള്ള് പോലത്തെ സംഭവമുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ, മൊഴിയല്ലേ. അപ്പം പുള്ളി തന്നെ എല്ലാം ചെയ്തു തന്നത് പുള്ളിയാണ്. അപ്പം പുള്ളി തന്നെ കത്തിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് കഴുത്തൊക്കെ വെട്ടി ഇതേണ്ട വേറൊരു പാത്രത്തിലേക്ക് കഴുത്ത് രണ്ടും വെട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പിന്നെ പുള്ളിക്കാരൻ പിന്നെ ചെയ്തത് ഒരു ചെറുനാരങ്ങ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഞാനത് എടുത്തുകൊണ്ട് കൊടുത്തു. റൗണ്ടായിട്ട് ഒരു കഷ്ണം മുറിച്ച് അത് പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് കഴുകണം ഞാൻ കണ്ട്. അപ്പോൾ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് തിരുമ്മി കഴുകി പിന്നെ അത് കഷ്ണങ്ങളാക്കി വെച്ചു. കഷ്ണങ്ങളാക്കാൻ പിടിച്ചത് ഞാനാണ്, കൈ പിടിച്ചു കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഭാഗം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കഷ്ണങ്ങളാക്കി വെച്ചിട്ട് വേറെ സംഭവങ്ങളും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നല്ല വറുത്ത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തേ. വേറെ ഒന്നും ചെയ്തില്ല. ഇനിയിപ്പോൾ അധികം വേറെ എന്തെങ്കിലും ചെയ്തെങ്കിലും എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഈ ചീത്തവിളിയുടെ ഇടയ്ക്കും ഞാൻ ഇത്രയെങ്കിലും കേട്ടല്ല. ഇത് പിന്നെ അമ്മയാണ് കേട്ടോ ചെയ്തത്, അമ്മ അടുപ്പത്ത് വെച്ചത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി ഈ ഭാഗം. ബാക്കി എല്ലാ ഭാഗവും കെട്ടിയാൻ ചീത്ത പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ സെറ്റായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ മീനൊക്കെ നല്ല പൊരിപുരാതെ പൊരിഞ്ഞോണ്ടിരിക്കുക. പിന്നെ ഇതിനധികം എണ്ണ വേണ്ട കേട്ടോ, നെയ്യ് ഉള്ളത് കൊണ്ടാവണം. എണ്ണയൊക്കെ നമ്മൾ എത്ര വറുത്താലും വറുത്ത് കോരുന്നതനുസരിച്ച് എണ്ണ അങ്ങനെ വറ്റില്ല. അത് ഇനി വെച്ചിരിക്കുന്ന ചട്ടിയുടെ ആണോ അറിയില്ല. എന്തായാലും തന്നെ നമ്മൾ 2 ട്രിപ്പായിട്ട് വറുത്ത് പൊരിച്ച് എടുത്തിട്ടുണ്ട്. അത് മുഴി വെട്ടി വന്നപ്പോൾ വലിയ ഒത്തിരി കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ നമ്മൾ വറുത്ത് നല്ല ടേസ്റ്റാണ് ഈ സാധനത്തിന്, എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് വറക്കണേനേക്കാളും ഇഷ്ടം കറി വെക്കുന്ന കേട്ടോ. എന്നാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതായിട്ട് ഫൈനലി വറുത്ത് കോരിയെടുത്ത്. ഇത് ആദ്യത്തെ ട്രിപ്പ് വറുത്താണ് കേട്ടോ. ഒരു ട്രിപ്പോടെ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല, എന്തിനാ വെറുതെ ചീത്ത കേൾക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ വറുത്ത് പിന്നെ കൊച്ചു കൂട്ടി അവനും കൂട്ടി രാത്രി. പിന്നെ ഞാൻ ചോറുന്നില്ല, രാത്രി ഞാൻ ചപ്പാത്തിയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ കഴിച്ചില്ല, കൊച്ചും കഴിച്ചു, ചേട്ടയും കഴിച്ചു. മമ്മിക്ക് ഇഷ്ടമല്ല ഈ സാധനം. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കേ.